നമസ്കാരം ടിട്ടാ. നമ്മുടെ കേരളത്തിൻ്റെ പുതിയ മദ്യത്തിൻ്റെ ബ്രാൻഡായ മലബാർ ബ്രാൻഡി ഇവിടെ നമ്മുടെ ബഹുമാന്യനായ മുൻ MP-യും അതുപോലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ ശ്രീമാൻ MP രാജേഷ് ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളേവരും അറിഞ്ഞു കാണുമല്ലോ. ഇതോടുകൂടി കേരളത്തിൻ്റെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് അറുതിയായി എന്ന് വേണം നമ്മൾ കരുതാൻ. അതുമാത്രമല്ല, ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് ബാറുകളുടെ സമയപരിധി നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. രാത്രിയിലെ 3 മണി വരെ കുടിച്ച് മരിക്കാം. എന്തായാലും വിദേശത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളായാൽ പോലും ഈ 3 മണി വരെയൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് കുടിക്കുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ രാത്രി 10 മണിക്ക് മുമ്പേ തന്നെ ഏകദേശമുള്ള ആൾക്കാരെല്ലാം സാധനങ്ങൾ വാങ്ങി അത് അടിച്ച് ഫിറ്റായി മറിഞ്ഞ് കിടക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണ് ഈ 3 മണി വരെ കൊണ്ടുവന്ന് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് സമയം അങ്ങ് ദീർഘിപ്പിച്ചത്. ഭയങ്കര ഐഡിയോളജിയാണ് കേട്ടോ ഇവർക്കൊക്കെ, നല്ല ഐഡിയോളജിയാണ്. എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഹൂറികളെ മോഹിച്ച് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവരോടും മദ്യപ്പുഴ സ്വർഗത്തിൽ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരോടും ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ എങ്ങും പോകണ്ട. കേരളമാണ് ആ സ്വർഗം. മദ്യപ്പുഴ ഇവിടെ തന്നെ ഉണ്ട്. മയക്കുമരുന്നുകളും MDMA ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും സുലഭമായി ഇവിടെ തന്നെ കിട്ടും. ഹൂറിമാരെ കിട്ടണമെങ്കിൽ ബംഗാളികളെ സമീപിക്കണം. പെരുമ്പാവൂർ ചെന്നിട്ട് ബംഗാളികളടുത്ത് ചോദിച്ചാൽ അവിടുത്തെ ഹിന്ദിക്കാരന്മാരുണ്ടല്ലോ ഈ ജോലിക്കൊക്കെ വരണം, അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൂറികളെ കിട്ടും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ നല്ല ഫ്രഷ് ഒന്നും കിട്ടൂല, പലരും തൊട്ട് പിടിച്ചതും എടുത്തതൊക്കെ ആയിരിക്കും കിട്ടണത്. അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. പിന്നെ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് ഫ്രഷ്, ആര് തൊട്ടാലെന്ത് പിടിച്ചാലെന്ത്. എന്തൊക്കെ ആയാലും നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ തീരുമാനം വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ തീരുമാനം. 1000 രോഗികൾ ചികിത്സാ പിഴവ് മൂലം മരിച്ചാലും ചികിത്സ കിട്ടാതെ മരിച്ചാലും ഒരു കുടിയന്മാർ പോലും മദ്യം കിട്ടാതെ വിഷമിക്കരുത് എന്ന അടിസ്ഥാന തത്വത്തിൽ ഉള്ള തീരുമാനം തന്നെയാണ് ഏറ്റവും മികച്ചത്.